ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. അതിലേക്കായിട്ട് ഞാൻ കുറച്ച് ഉണക്കത്തേങ്ങ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊരു ഏകദേശം ഒരു തേങ്ങേൻ്റെ അടുത്തുണ്ടത്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഏലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുതിർത്ത പച്ചരിയാണത്, വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന പച്ചരിയാണത്. പിന്നെ അതേപോലെ തന്നെ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ശർക്കര ഇട്ടിട്ട് ഉരുക്കണം. ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ചൂടായ വെള്ളത്തിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കേണ്ടത്. അത് നമ്മൾക്ക് എത്ര മധുരം വേണം എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ശർക്കര കുതിർക്കേണ്ടത് കേട്ടോ. ഉണ്ണിയപ്പത്തിൽ മധുരം കൂടുതൽ താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശർക്കരേൻ്റെ എമൗണ്ട് കുറയ്ക്കാം. പിന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ആയിട്ട് ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും കേട്ടോ. ഇനി ഇത് തിളച്ച് വരുവോളം നമുക്ക് വെയിറ്റ് ചെയ്യുക. തിളച്ച് വന്ന ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളൊരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് അരിച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരയുടെ അടിയിൽ ഒരുമാതിരി മട്ടെന്ന് പറയും, നമ്മളിങ്ങനെ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ശർക്കര നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ച പച്ചരി നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞങ്ങൾ കുറേ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ണിയപ്പം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലക്നൗവിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഉണ്ണിയപ്പം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഫ്രണ്ട്സിനെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ 2-3 ട്രിപ്പായിട്ടാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. ഇനി ഈ മിക്സി ജാറിലെ അരിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ശർക്കര അരിച്ചൊഴിക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ശർക്കരേൻ്റെ അരിപ്പേൻ്റെ അടിയിൽ ഒരുമാതിരി ബ്ലാക്ക് കളറിലുള്ള സാധനങ്ങളൊക്കെ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ ഒരു ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഒരു വട്ടം ഒന്ന് അരി ഏകദേശം ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് രണ്ടാമത് അരച്ചു കൊടുക്കുന്നത്. എന്നാലാണ് ആ ഏലക്കായൻ്റെ ഫ്ലേവറും കൂടി നമുക്ക് ആ ബാറ്ററിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പിൽ അരച്ചെടുത്ത എല്ലാ മാവും നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ട്രിപ്പും കൂടി അരച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ മാവിൻ്റെത്. ആദ്യത്തെ ഒന്ന് ഇത്തിരി വെള്ളം ലൂസായി കഴിഞ്ഞാലും നമുക്ക് രണ്ടാമത് അരയ്ക്കുന്നതിൽ നമുക്കത് മാനേജ് ചെയ്തിട്ട് എടുക്കാം. മാവ് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ നെയ്യപ്പത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൊത്തുകളില്ലേ, അതൊന്ന് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് ഏകദേശം ഒരു റെഡ് കളർ ആവുകയോളം ഈ തേങ്ങ കൊത്തുകളെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നെയ്യ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. എനിക്ക് കുറച്ച് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ രണ്ടാമത് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഈ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ്. പക്ഷേ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം മുൻകൂട്ടി പ്ലാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അരി കുതിർത്ത് വെക്കാനൊക്കെ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ ഓൺ ദി സ്പോട്ടിൽ നമുക്ക് ചാടി കയറിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമല്ല. പിന്നെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അതേപോലെ തന്നെ ഇത് ചിക്കൻ കറിയൊക്കെ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ണിയപ്പം ചിക്കൻ കറി. ഞങ്ങൾ തറവാട്ടിലൊക്കെ പണ്ട് കുറേ വട്ടം ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളൊരു വിഭവമാണ്. നിങ്ങളും ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങാക്കൊത്ത് ആയിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച ആ ബാറ്ററിക്ക് ഈ തേങ്ങാക്കൊത്തുകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് തേങ്ങാക്കൊത്തുകൾ കിട്ടുന്ന വിധത്തിൽ വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം ഒരു ഉണ്ണിയപ്പത്തിൽ കുറേ തേങ്ങാക്കൊത്തുകളും ചിലതിൽ വെറും മാവും മാത്രമായി പോകും. അത് കാരണത്തിൽ നമ്മളിത് കഴിഞ്ഞതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നല്ല കൺസിസ്റ്റൻസി ഉള്ള കാരണത്താൽ ഇതുമാതിരി ഇളക്കി കൊടുക്കുക. അല്ലാതെ ഒന്നിച്ച് കറക്കി ഇളക്കുമ്പോൾ അത് പുറത്ത് പോകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം
ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെക്കുക, അല്ലെങ്കിൽ ഗ്യാസും വയ്ക്കുക. എന്നതിന് ശേഷം ഉണ്ണിയപ്പച്ചട്ടി നിറയെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. കാരണം ഉണ്ണിയപ്പം ആ നെയ്യിൽ മുങ്ങി കിടക്കുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത് 3 കുഴിയുള്ള ഉണ്ണിയപ്പച്ചട്ടിയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു റെഡ് കളർ ആകുമ്പോൾ ഇത് മറച്ചിട്ട് കൊടുക്കുക. നമുക്ക് പപ്പടക്കോല് വെച്ചിട്ട് ഉണ്ണിയപ്പം വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് ഊറ്റിയെടുക്കുക. ഇതേമാതിരി നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ബൈ.